Shri V.D. Satishan be appointed as the leader of the CLP. ഞാൻ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തല്ലോ നിയമസഭയിൽ. അപ്പൊ നിങ്ങൾ ആരാണ്? പ്രതിപക്ഷ നേതാവിന്, മുൻ മുഖ്യമന്ത്രിക്ക്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്നിട്ടിപ്പോ എന്തായി? വഴിവെട്ടി വന്നവന് മൂലയ്ക്കിരുന്ന് മോങ്ങേണ്ട അവസ്ഥയായി. ഒറ്റയ്ക്ക് മുക്കിയതിനെ കുറിച്ച് പാർട്ടിക്കകത്ത് ചോദ്യം വന്നതോടെ ഒറ്റയ്ക്ക് ഉത്തരം പറയേണ്ട ഗതികേടിലുമായി. എനിക്ക് വേറെ ഒന്നും അത് സംബന്ധിച്ച് പറയാനില്ല. ഞാൻ അവസാന തീരുമാനം ഇന്നലെ പറഞ്ഞത് തന്നെ ഉറച്ചു നിൽക്കുന്നു. ഒറ്റയ്ക്കായാലും 10-നായാലും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകിയതിൽ എത്ര കിട്ടിയെന്ന് പറയാതെ സതീശന് വഴിയില്ലെന്നേ. അല്ലെങ്കിൽ പതിവ് പോലെ യൂട്ടേൺ എടുക്കാം. ആർക്കും കുറഞ്ഞൊന്നും വേണ്ട, കൂടിയൊന്നും വേണ്ട. എന്നാലും എൻ്റെ പൂക്കിമുക്കിയ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ആവശ്യപ്പെട്ട് കുത്തക മദ്യ കമ്പനിയായ ബക്കാടി നൽകിയ അപേക്ഷ വെറും 2 മണിക്കൂർ 57 മിനിറ്റിൽ ഫയൽ നീക്കത്തിന് നിങ്ങൾക്കിരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഇനി നിങ്ങൾ ഇടപെട്ടിട്ടില്ല എന്ന് നുണ പറഞ്ഞു വരണ്ട. ഈ ഫയൽ രേഖകൾ നിങ്ങളുടെ അതിവേഗ ഇടപെടൽ തെളിയിക്കുന്നുണ്ട്. മന്ത്രിമാർക്ക് വകുപ്പ് നിശ്ചയിക്കും മുമ്പേ തന്നെയുള്ള ഈ ദ്രുതവേഗം എന്തിനായിരുന്നു? പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഫയൽ അവിടെ എത്തിയതായി തങ്ങൾ അറിഞ്ഞുവെന്നും തികഞ്ഞ അഴിമതിയാണെന്നും നാഴിക്ക് 40 വട്ടം പറഞ്ഞത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ടിപ്പോൾ ഈ ഫയൽ എങ്ങനെ ഇത്ര വേഗത്തിൽ പറന്നു? അഴിമതി മണക്കുന്നില്ലേ മുഖ്യ? ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ആരോപിച്ച മദ്യത്തിന്റെ നികുതി ഇളവ് ചോദിച്ചുകൊണ്ടുള്ള ഫയലുണ്ടല്ലോ, ആ ഫയൽ LDF സർക്കാർ 3 വർഷം തടഞ്ഞു വെച്ചു. എന്നിട്ടിപ്പോ അഴിമതി ആരോപിച്ച് നടന്ന സതീശൻ വെറും 2 മണിക്കൂർ കൊണ്ട് ഫയൽ നീക്കി. ബജറ്റിൽ പ്രഖ്യാപനം അങ്ങ് നടത്തി. ഇനി ഫയൽ നീങ്ങിയതിന്റെ കൃത്യമായ റൂട്ട് മാപ്പ് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. അതായത് 2026 മെയ് 18-ന് UDF സർക്കാർ അധികാരമേറ്റു. 19-ന് പകൽ 11:41-ന് ഫയൽ തുറന്നു. 21-ന് ഒരു ദിവസം കൊണ്ട് 7 ഉദ്യോഗസ്ഥർ കണ്ട ശേഷം ഫയൽ മുഖ്യമന്ത്രി V.D. സതീശന് മുന്നിലെത്തി. 24 ദിവസം ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിൽ. ജൂൺ 14-ന് മുഖ്യമന്ത്രി തീരുമാനമെടുത്തു. രാത്രി 10:12-ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ഫയൽ അയച്ചു. 15-ന് ഓഫീസ് തുറക്കും മുമ്പേ രാവിലെ 8:45-ന് ജ്യോതിലാൽ ഫയൽ നീക്കി. 19-ന് ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് മുഖ്യമന്ത്രി നികുതി ഇളവും പ്രഖ്യാപിച്ചു. ബക്കാടി അപേക്ഷ ഫയലാകുമ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ രത്തൻ U. കേൽക്കർ നികുതി സെക്രട്ടറിയായിരുന്നു. കേൽക്കർ ഫയൽ കണ്ടിരുന്നു. ഇത് അഴിമതിയല്ലേ മിസ്റ്റർ മുഖ്യ? ഒക്കെ പോട്ടെ, അഴിമതി ആരോപണം ചർച്ച ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചത് എന്തിനായിരുന്നു? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് വിഷയത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് അഴിമതി വെളിപ്പെടുമെന്ന് കണ്ട് അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വാക്കൌട്ട് പ്രസംഗം തടസ്സപ്പെടുത്തി. പിണറായിയുടെ പ്രസംഗം സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ട് അതും മുക്കി. മുൻ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് നൽകിയത്. ബജറ്റിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചത് വൻതോതിൽ മദ്യം ഒഴുക്കാൻ ഇടയാക്കുമെന്ന് പറഞ്ഞ ബാലഗോപാൽ വിഷയം ചർച്ചയ്ക്കെടുക്കാൻ എന്തിന് ഭയക്കണമെന്നും ചോദിച്ചു. ഇതോടെ മൈക്ക് ഓഫാക്കി. ഇതിൻ്റെയൊക്കെ അർത്ഥം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? എന്നാലും എൻ്റെ എക്സൈസ് മന്ത്രി അങ്ങേക്ക് ഈയതി വന്നല്ലോ. ഇങ്ങനെയൊരു തീരുമാനമെടുക്കുമ്പോൾ UDFനും കോൺഗ്രസിനോടും കൂടിയാലോചനകൾ വേണ്ടതായിരുന്നു. അതുണ്ടായില്ല. ഒറ്റയ്ക്ക് വന്നവനല്ലേ, പോട്ടെ, നിങ്ങളോടെങ്കിലും പറയേണ്ടതായിരുന്നില്ലേ? ഇതിപ്പോൾ മാധ്യമങ്ങൾ മൊത്തം പറഞ്ഞു തുടങ്ങി എക്സൈസ് വകുപ്പ് ശോകമൂകമായി തുടങ്ങിയെന്ന്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മദ്യനയം തീരുമാനിച്ചില്ലെന്നും എല്ലാം ധനവകുപ്പിന്റെ തീരുമാനമാണെന്നും പറയേണ്ട ഗതികേട് മന്ത്രി M. ലിജിനു വരുമായിരുന്നു. പാവം, സത്യമായിട്ടും പുള്ളി അറിഞ്ഞില്ലെന്ന് ആ വാക്കുകളിൽ തന്നെ വ്യക്തമല്ലേ? എന്നിട്ടിപ്പോൾ എന്തായി? മദ്യനയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പുള്ളിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. തീർത്തും ശോകം. ഇതിപ്പോൾ മന്ത്രിയാണോ എന്ന് ചോദിച്ചാൽ അതെ, വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എക്സൈസ് ആണെന്ന് സ്വകാര്യത്തിൽ പറയേണ്ട ഗതികേടും പരിതാപകരം തന്നെ. സോ സാഡ്. മാധ്യമങ്ങൾക്ക് മന്ത്രി മുഖം കൊടുക്കുന്നില്ലെന്നാണ് കേട്ടത്. ഇങ്ങനെ പോയാൽ അധികം വൈകാതെ മുക്കിനെ സഹമന്ത്രിമാർ ചേർന്ന് വലിച്ച് പുറത്തിടുമെന്നാണ് തോന്നുന്നത്.